മറ്റുള്ളവർക്ക് എന്തിനാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ആരൊക്കെയാണ് സബ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് എന്താ പറയുക, ചിലപ്പോൾ അവർക്കൊരു ഇതാവും, ചിലപ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ സബ് എടുത്ത് കളയും, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളതൊക്കെ സെക്യൂരിറ്റി പരമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ട് ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്കും തുടങ്ങിയവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിൽ മാത്രമേ വീഡിയോ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഏകദേശം 10-40 യൂട്യൂബ് ടിപ്സ് വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം, താല്പര്യമുള്ളവരെ കാണണേ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്നുകൂടെ പറയാണ്, വീഡിയോ ഇഷ്ടമാണ് ചില ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിലെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ കുറേ പേരെ സബ്ബാക്കി വെച്ചിട്ടുണ്ടാവില്ലേ, ചിലപ്പോൾ 10 പേര്, ചിലപ്പോൾ 20 പേര്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെയൊക്കെ നിങ്ങൾ സബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ സബ് ചെയ്തവരെയൊക്കെ മറ്റുള്ളവർ ചാനലിലോട്ട് കയറി വരുമ്പോൾ കണ്ടാലോ, അവർക്ക് എന്നെ സബ് ചെയ്തിട്ടില്ല, ചിലപ്പം കുറേ നാളായിട്ട് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ അയാൾ നിങ്ങളെ സബ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ സബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അറിയാൻ പറ്റും ചിലവരുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ, മനസ്സിലായോ. അപ്പോൾ ചിലവർ അതൊന്നും ഓഫാക്കാതെ അങ്ങനെ ഓണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പലരുടെയും നമ്മളിപ്പോൾ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ അത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ ആരൊക്കെയാണ് സബ് ചെയ്തിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്കാണ് കൂടുതലായിട്ടും അറിയാത്തത്, പിന്നെ ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്കും അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ കുറേ പേര് നമ്മൾക്ക് കമൻസൊക്കെ അയക്കുമ്പോൾ അത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആരൊക്കെയാണ് സബ് ചെയ്തത് എന്ന്, മനസ്സിലായോ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്, വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടാകും ഒരുപാട് പേര്. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ കാര്യം ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. വളരെ ഈസിയാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടായിരിക്കാം, കാരണം നമ്മൾ ചെറിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ലല്ലോ. ആ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അത് ബുദ്ധിമുട്ടൊന്നുമല്ല, പക്ഷേ ഒരു ഇത് തന്നെയാണ് അത് മറ്റുള്ളവർക്ക് അറിയുമ്പോൾ, മനസ്സിലായല്ലോ. അപ്പം നമ്മളെ ആരൊക്കെ സബ് ചെയ്ത് എന്ന് നമുക്കറിയാനും പറ്റും. അത് നമുക്ക് ഗൂഗിൾ ക്രോമിലൂടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷനിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നമ്മളെ ആരൊക്കെ സബ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന ഡേറ്റിലാണ് ആരൊക്കെ നമ്മളെ സബ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് അവർക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം, വളരെ ഈസിയാണ്. നമ്മൾ സാധാ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്നവിടെ തന്നെ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നവിടെ തന്നെ ഇതിൻ്റെ പ്രൈവസി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കാതെയാണ് പലവരും ചെയ്യാത്തത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ YT സ്റ്റുഡിയോ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് കമ്മ്യൂണിറ്റി എന്ന് കാണും. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂ ഓൾ കമൻറ്റ്സ് എന്ന് കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആരൊക്കെയാണോ കമൻറ്റ്സ് അയച്ചിരിക്കുന്നത് അവരെല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആളുടെ ഇത് തുറന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അവരുടെ നമുക്ക് എത്രയാണ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്നൊക്കെ കാണാൻ പറ്റും. അവർ ആരെയൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അവരുടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവർ ആരെയും സബ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു ആളുടെ കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടില്ലേ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആരെയെല്ലാമാണോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അവരെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചാനൽ നെയിമൊന്നും വായിക്കുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഗ്രാമക്കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടില്ലേ, അവർക്ക് ആകെ 20 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ അവർ സബ് ചെയ്ത് വെച്ചെങ്കിൽ ഇത്രയും പേരും സബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് ഓൺ ചെയ്തതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഇല്ലാതാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ടാകും, കുറച്ച് പേര് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതെന്ന് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ നെയിം വരും. അപ്പോൾ ചാനലിൻ്റെ നെയിമിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു പെൻസിൽ ചിഹ്നം കാണും, കണ്ടില്ലേ. ആ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ
ചാനൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ നെയിമും ഹാൻഡിൽ നെയിമും ഡിസ്ക്രിപ്ഷനും അങ്ങനെ എല്ലാം കാണും. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് പ്രൈവസി എന്ന് കാണും, കണ്ടില്ലേ? അപ്പോൾ അത് പലരും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻസ് ആരൊക്കെയെന്ന് നമുക്ക് കാണാൻ മറ്റുള്ളവരുടെയൊക്കെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് ഓഫാക്കി വെക്കണം. ഇങ്ങനെയാണ് ഓണാക്കി വെക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓഫ് ചെയ്യുമ്പോഴാണ് അത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഡാർക്ക് ബ്ലാക്കിൽ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാതിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്താൽ കാണാൻ പറ്റും, ഓൺ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഓൺ ചെയ്യാത്തവർക്കുണ്ടെങ്കിൽ പോയിട്ട് ഓൺ ചെയ്യുക. ഇപ്പോൾ ഇതിന് വലിയ പണിയൊന്നുമില്ല, കണ്ടില്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കാതെയാണ് എല്ലാവരും. അപ്പോൾ ചാനൽ തുടങ്ങുന്നവർക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ പല വീഡിയോസും കാണുമ്പോഴായിരിക്കും അറിയുക. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം ഇതുകൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ല, പക്ഷേ നമ്മുടെ സബ്സ്ക്രിപ്ഷനെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും, അത്രയേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് കാണിച്ചു കൊടുക്കുന്നത് വെറുതെ? അപ്പോൾ കാണിച്ചു കൊടുക്കാതെ ഇരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ ytstudio.in എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ ചാനൽ ഓപ്പണായി വരും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്താണെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവരെയാണ് ഇപ്പോൾ കാണാൻ പറ്റിയത്. നമ്മളെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ചിലർക്കൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. സബ്സ്ക്രിപ്ഷൻ്റെ ഇത് വന്നപ്പോൾ ഇതിൽ കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ പാർട്ടിലായിട്ട് ചാനൽ അനലിറ്റിക്സ് എന്ന് കാണും. അതിൻ്റെ താഴെയായിട്ട് റീസെൻറ്റ് കമൻറ്റ്സ് എന്ന് കാണും. അതിൻ്റെയും താഴെയായിട്ട് റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണും. അപ്പോൾ അതിൽ സി ഓൾ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളെ ആരൊക്കെയാണ് സബ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ അപ്പോൾ കുറച്ചേ കാണുന്നുള്ളൂ. പിന്നെ താഴത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് 10 ഡേയ്സിൻ്റെ ഉള്ളിലുള്ളത്, 20 ഡേയ്സ്, അങ്ങനെ 50 ഡേയ്സ് വരെയുള്ളത് കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ഡേറ്റ് വരെയുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നോക്കി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രൈവസിയൊക്കെ കറക്റ്റായിട്ടാണോ ചെയ്തത് എന്ന് ചെക്ക് ചെയ്ത് ഓണാണോ ഓഫാണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മറ്റുള്ളവർക്ക് എന്തിനാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ആരൊക്കെയാണ് സബ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നത്? അതിന് ആവശ്യമൊന്നുമില്ല. അത് ചിലപ്പോൾ അവർക്കൊരു ഇതാവും. ചിലപ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ സബ് എടുത്ത് കളയും, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളതൊക്കെ സെക്യൂരിറ്റി പരമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.